ഇതാണ് നമ്മുടെ ഫോർച്യൂണറിന്റെ പേടി സ്വപ്നം എന്ന് പറയാൻ പറ്റൂല്ല. ഈ ഒരു കൊമ്പനെ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വ്യൂവേഴ്സ്? അത് വ്യൂവേഴ്സ്, ഇതാണ് നമ്മുടെ ഫോർഡിൻ്റെ എവറസ്റ്റ് അല്ലെങ്കിൽ എൻഡേവർ. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എൻഡേവർ എന്നാണ്. അത് ഫോർച്യൂണറിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് വരും. അതായത് എല്ലാവർക്കും തർക്കമാണ്, ഫോർച്യൂണറാണോ ഭേദം എൻഡേവറാണോ ഭേദം. അപ്പോൾ കുറേ പേര് ഫോർച്യൂണറാണ് പറയുന്നുണ്ട്, കാരണം ഫോർഡ് ഇന്ത്യ വിട്ടുപോയത് കാരണം തന്നെ. പക്ഷേ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു വാഹനം, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനത്തിൻ്റെ റീലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോൾ ചെയ്യൂ. അതേപോലെ തന്നെ ഇതൊരു ലേറ്റസ്റ്റ് ജനറേഷനാണ് നമ്മുടെ ഫോർഡ് എവറസ്റ്റിൻ്റെ. എവറസ്റ്റ് ആണ് തോന്നുന്നില്ല ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് കൊടുത്തത്. കാണാൻ തന്നെ ഒരു അപാര ലുക്കാണ് കേട്ടോ. ഇതാ എവറസ്റ്റ് തന്നെയാണ് ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ കൂടുതൽ എൻഡേവർ എന്നുള്ള പേരിലായിരിക്കും. കാരണം തായ്ലൻഡ് അങ്ങനത്തെ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, അവിടെയൊക്കെ അവർ എവറസ്റ്റ് എന്ന പേരിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലുക്കാണെങ്കിൽ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ എഞ്ചിൻ്റെ പവറും ഒക്കെ ഫോർച്യൂണറൊപ്പം കട്ടയ്ക്കൊപ്പം നിന്നാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വിട്ടിട്ട് എൻഡേവർ കുട്ടിന് പോകേണ്ടി വന്നു. എൻഡേവർ കുട്ടി മാത്രമല്ല ഫോർഡിന് വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ ജസ്റ്റ് യെസ് പറഞ്ഞോ, നിങ്ങൾ പോൾ ചെയ്യൂ, ഈ ഒരു വാഹനം തിരിച്ചു വരണോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്ന്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.